إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 85-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആരെങ്കിലും ഒരു ശുപാർശ ചെയ്യുകയാണെങ്കിൽ ഹസനത്തൻ നല്ലതായ ഒരു ശുപാർശ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് ഒരു മനുഷ്യൻ ഒരാൾ പ്രേരിപ്പിക്കുകയാണെങ്കിൽ യകുല്ലഹു അപ്പോൾ അവനുണ്ട് നസീബും മിൻ അതിൽ നിന്നും ഒരു ഓഹരിയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ നന്മ ചെയ്ത ആ നന്മ പ്രവർത്തിച്ച ആളുടെ ആ നന്മയിൽ നിന്നും അതിന് തുല്യമായ ഒരു ഓഹരി അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്രയും ഓഹരി ഇയാൾക്ക് കിട്ടും. കാരണം ഇയാൾ നന്മയെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് അതിനുള്ള കാരണം. ഇനി ആരെങ്കിലും ഒരു ശുപാർശ ചെയ്യുകയാണെങ്കിൽ സയ്യാത്തൻ ഒരു ചീത്തക്ക് വേണ്ടിയുള്ള ശുപാർശയാണ് ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ചീത്ത പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയാൽ യകുല്ലഹു കിഫിലും മിൻഹ അതിൽ നിന്നുള്ള ഒരു പങ്ക് ഒരു ഓഹരി പങ്ക് അവനുണ്ട് എന്നാണ്. അതിൽ ചീത്ത പ്രവർത്തിച്ചതിന്റെ പേര് ആ ചീത്ത പ്രവർത്തിച്ച ആ മനുഷ്യന്റെ അതിൽ നിന്നും ഒരു ഓഹരി അതിന് പ്രേരിപ്പിച്ച ഈ മനുഷ്യന് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് നാം ഒരിക്കലും ചീത്ത പ്രേരിപ്പിക്കുന്നവരാകാൻ പാടില്ല, ചീത്തയിലേക്ക് വഴി നടത്തുന്നവരാകാൻ പാടില്ല. നന്മ പ്രേരിപ്പിക്കുന്നവരാകണം, നന്മക്ക് പ്രോത്സാഹനം കൊടുക്കുന്നവരാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത എല്ലാ കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. അതായത് എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ കൃത്യമായ ഇസ്ലാമിന്റെ ആദർശങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. നാം സദാ നന്മയുടെ പ്രോത്സാഹനം നിർവഹിക്കുന്നവരാകണം, ചീത്തക്ക് പ്രോത്സാഹനം നൽകുന്നവരാകരുത് എന്നാണ് ഈ ആയത്തിൽ കൂടി കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നത്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.